എന്തായാലും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കാട് വെട്ടുന്നതിന് അല്ലേ, കൃഷി ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ കാട് കയറി കിടക്കുന്ന സ്ഥലമുണ്ട്. അത് ഇതൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി അതൊന്ന് വല്ലപ്പോഴൊക്കെ കാട് വെട്ടി വൃത്തിയാക്കുന്നതിന്, വിശേഷിച്ചും ഈ റബ്ബർ തോട്ടങ്ങളിലും മറ്റും ഒക്കെയാണ് കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ ധാരാളമുണ്ട്. അവിടെയൊക്കെ കാട് വെട്ടുവാൻ നമ്മുടെ നാട്ടിൽ ഓരോ കക്ഷിയുണ്ട്. നമ്മുടെ ഒരു സുഹൃത്താണ് കക്ഷി ഗിരീഷാണ്. വിവിധ പ്രവർത്തനങ്ങൾ ഉണ്ട്, എങ്കിലും ഇത് സജീവമാണ്. ആവശ്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഗിരീഷ്, നമ്പർ ഒന്ന് പറയാമോ? 96 56 19 40 39. വേണമെങ്കിൽ ഗിരീഷൻ നമ്പർ എടുക്കുക. പവിത്രേശ്വരമാണ് അദ്ദേഹം, കൈതക്കോട് നിവാസിയാണ്. എങ്കിലും പവിത്രേശ്വരത്ത് ചെറുവയ്യ എന്ന് പറയുന്നതായ ഭാഗത്ത് കാട് വെട്ടുവാനായി വന്നതാണ്. എത്ര മണിക്ക് തുടങ്ങിയത്? രാവിലെ തുടങ്ങിയതാണ്. കുറേ അധികം സ്ഥലത്തുണ്ടായിരുന്നു. അത് വളരെ വേഗത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ കാട് വെട്ടി റബ്ബർ പുരയിടം ഒന്ന് വൃത്തിയാക്കുകയാണ്. കാരണം റബ്ബർ വെട്ടാനുള്ളതായ തയ്യാറെടുപ്പാണ് ഇവിടെ. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചാണ് അല്ലേ? ഗിരീഷനെ വിളിച്ചാണ്. ഇതൊക്കെ വാടകയ്ക്ക് എടുക്കുന്നതാണോ അതോ സ്വന്തമായിട്ടുണ്ടോ? സ്വന്തമാണ് അല്ലേ? ഇതെങ്ങനെ ഒരു ദിവസത്തേക്ക്? അത് മണിക്കൂറാണ്? മണിക്കൂറിന് എത്ര രൂപയാണ്? 350 രൂപ അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 50 സെന്റ് പുരയുടെ എത്ര, ഇത് സാധാരണ ലെവലിലുള്ളത് ആണ് എങ്കിൽ എത്ര സമയം എടുക്കും? ജോലിക്ക് അനുസരിച്ചായിരിക്കും അല്ലേ? എന്തായാലും കുറേ അധികം സമയം നമ്മൾ എടുക്കും അല്ലേ? 50 സെന്റ് പുരയിടം. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ അല്ലേ? എത്ര വർഷം കൊണ്ട് ഇതിനകത്തുണ്ട്? 7 വർഷം കൊണ്ട് ഇതിലാണ് അല്ലേ? ഈ ഫീൽഡ് അല്ലായിരുന്നു, ഈ ഫീൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സജീവമാണ് ഇതിനകത്ത്. ഒരു വർഷം കൊണ്ട് സജീവമായിട്ട് പോകുന്നുണ്ട്. അത് ശരി. അപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഇത് നമ്മൾ മിഷൻ എടുത്തത്. വർക്ക് കിട്ടും എന്ന് പ്രതീക്ഷ അല്ലേ? അപ്പോൾ നാട്ടിൽ ഇത് ചെയ്തപ്പോഴേ വല്ല ഈ ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം ഉണ്ടായിട്ടുണ്ടോ? വന്നിട്ടില്ല. അതൊന്നും പറ്റി പേടിയാണോ? അറിയത്തില്ല. അപ്പോൾ നോക്കാം ഇവിടെ ചെയ്യുന്ന നമുക്ക് അല്ലേ എങ്ങനെയൊക്കെയാണ് നോക്കാം. എത്രയോ നല്ല രീതിയിൽ കാട് കയറി കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ.